ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. കിള്ളിമംഗലം ഉതുവടി റോഡിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടന്ന വിഷയത്തിൽ വിപുലമായ ചർച്ച നടത്തുമെന്ന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത്. റോഡിലെ തകർച്ചയും രൂക്ഷമായ വെള്ളക്കെട്ടും കാരണം നാട്ടുകാരും വാട്ടർ അതോറിറ്റി PWD ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് PWD വാട്ടർ അതോറിറ്റി അധികൃതർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, പ്രദേശവാസികൾ എന്നിവരുമായി പഞ്ചായത്തിൽ സംയുക്ത യോഗം ചേർന്നുവെന്നും അടുത്ത ദിവസം തന്നെ MLAയുടെ നേതൃത്വത്തിൽ വിപുലമായ ചർച്ച നടത്തുമെന്നും സന്ദീപ് കോന്നനാത്ത് പറഞ്ഞു. നിയമപരമായി നടത്തേണ്ട ഇടപെടലുകളെക്കുറിച്ച് പരിശോധിക്കാനും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായതായി അദ്ദേഹം വ്യക്തമാക്കി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലം ഉതുവടി റോഡിൽ കഴിഞ്ഞ ദിവസം PWD വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുണ്ടായ ഒരു തർക്കം, അതിനെ തുടർന്ന് ഇന്നലെ പഞ്ചായത്തിനകത്ത് PWD അധികാരികൾ AX ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി AE, അവിടുത്തെ വ്യാപാരികൾ, ജനപ്രതിനിധികൾ, ഇത്തരം പ്രശ്നമുയർത്തിയ ആളുകളുടെയും ഒരു സംയുക്ത യോഗം പഞ്ചായത്തിൽ നമ്മൾ ഇന്നലെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിനകത്ത് നമ്മൾ വിലയിരുത്തിയൊരു കാര്യം, ഈ ഒരു വിഷയം അതിഗൗരവമുള്ളതാണെന്നും നമ്മുടെ പ്രിയപ്പെട്ട MLA ഉൾപ്പെടെ ഉന്നതാധികാരികളുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ വിഷയത്തിനകത്തൊരു വിപുലമായ ചർച്ച നടത്തണമെന്നും ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടർ നടപടികൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതുമാണ് യോഗം ചർച്ച ചെയ്തത്. ഈ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട MLA തൊട്ടടുത്ത ദിവസം തന്നെ അറിയിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഈ റോഡിൻ്റെ കരാറുകാർ ഉൾപ്പെടെ അന്ന് മേൽനോട്ടം വഹിച്ച ആളുകളെ എല്ലാവരുടെയും ഒരു യോഗം ചേർന്ന് ഇപ്പോൾ ഉതുവടി പ്രദേശത്ത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം എങ്ങനെ നമുക്ക് പരിഹരിക്കാം, നിയമപരമായി അതിന് പരിഹരിക്കേണ്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. അങ്ങനെ ഇപ്പോൾ വാറണ്ടി പീരീഡൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ അതിൻ്റെ നിയമപരമായി അതിലൊരു ഫണ്ട് വയ്ക്കുന്നതിൻ്റെ മറ്റ് പരിമിതികളെയൊക്കെ ഒന്ന് പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു കൃത്യമായ ഇടപെടൽ നടത്താമെന്നുള്ളതാണ് കരുതുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അപാകത പരിഹരിക്കുന്നതിന് അദ്ദേഹം ഇടപെടേണ്ട ഏത് മേഖലയിലാണ്, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ തുക അറിയിക്കാൻ അദ്ദേഹം PWD AEയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി MLAയുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിന് വരും കാലത്തിൽ നമുക്കൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നലെ നടത്തിയ ഒരു ചർച്ചയിലാകെ നമ്മൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകളിലെ നിരന്തരമായ കേടുപാടുകളാണ് പ്രശ്നത്തിന് കാരണമെന്നും താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും വരും കാലങ്ങളിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തേണ്ടത് അനിവാര്യമാണെന്നും സന്ദീപ് കോന്നനാത്ത് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ റോഡിനകത്ത് 2 പ്രശ്നങ്ങളാണുള്ളത്. ഉദടിയിലെ പ്രശ്നം അവിടുന്ന് ഡ്രെയിൻ പോവാത്ത പ്രശ്നമാണ് വരുന്നത്. പക്ഷേ ഈ പൈങ്കുളം കിള്ളിമംഗലം റോഡിലെ ആകത്തുകയായിട്ട് റോഡിന് കൃത്യമായൊരു ഇപ്പോഴും നമുക്ക് ആ പരിപാലന ഘട്ടത്തിൽ പോലും അതിന് കേടുപാടുകൾ സംഭവിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഈ കാലപ്പഴക്കമുള്ള പൈപ്പ് ലൈനുകളിൽ നിന്നുണ്ടാവുന്ന നിരന്തരമായിട്ടുള്ള കേടുപാടുകൾ തന്നെയാണ്. അതിൽ പലതും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. മാസങ്ങളായി സ്ഥിരം ലീക്കേജും അല്ലെങ്കിൽ റക്കറൻ ആയിട്ട് വരുന്ന ഒരേ സ്ഥലങ്ങൾ വരുന്നത്, നമ്മളും അത്തരം സ്പോട്ടുകളെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് തന്നെ അവർക്ക് കത്ത് നൽകി അതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഈ MLAയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇപ്പോൾ പൈങ്കുളം ടു കിള്ളിമംഗലം ഈ ഒരു 9-8 പോയിന്റുകൾ നിരന്തരം ലീക്കേജ് ഉണ്ടാവുന്നതാണ്. ഇത് ഇനിയും ഇങ്ങനെ താൽക്കാലികമായി പോയാൽ ഭാവിയിൽ വലിയ പ്രശ്നം, ഈ റോഡ് നമ്മൾ ഇത്രയും പൈസ ചെലവിട്ടതിൻ്റെ ഗുണം പോലും കിട്ടാതെ പോകുമെന്നുള്ളത് ആ യോഗത്തിനകത്ത് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അവരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതും ചർച്ചക്കകത്ത് കൊണ്ടുവന്ന് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതിപ്പോൾ നമുക്കൊരു പാഠമായുള്ളത് നമ്മൾ റോഡ് പണി എടുക്കുമ്പോൾ പൈപ്പ് കൂടെ അതിൻ്റെ കണ്ടീഷൻ കൂടെ ശരിക്കും വെരിഫൈ ചെയ്യണം എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു വരുന്ന സംവിധാനത്തിനകത്ത് ആകമാനം മാറ്റം വേണ്ടതിൽ പ്രഥമമായിട്ട് വേണ്ടത് വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ച് ഏത് പ്രവൃത്തി ആദ്യം എന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്രയർ സ്റ്റഡി നടത്തി നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഇനിയുള്ള കാലത്ത് അനിവാര്യതയാണ്. അതല്ലെങ്കിൽ നാട്ടുകാർ പണ്ട് കളിയാക്കാൻ പറയുന്നത് പോലെ ടാർ ചെയ്താൽ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് പോലെ
വാട്ടർ അതോറിറ്റി വിവിധ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന എല്ലാ പദ്ധതികളെയും ഏകോപിപ്പിച്ച് വാട്ടർ അതോറിറ്റി, PWD, മറ്റ് സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാം കൃത്യമായിട്ട് നമ്മളത് ചെയ്താലാണ് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മളുടെയും ഒരു അനുഭവ പാഠം തന്നെയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ആ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇത്തരം പദ്ധതികൾ നമുക്ക് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ചെയ്യുന്നതിനകത്ത് കൃത്യമായ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാതെ പോകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ സാങ്കേതികപരമായ പല തടസ്സങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഈ പ്രധാന റോഡുകളിലെങ്കിലും നമുക്കിത് പരിഹരിച്ച് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനിയിപ്പോൾ പൈപ്പ് മാറ്റുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് ഈ റോഡ് മുഴുവൻ നാശമായാൽ ഈ ചെയ്ത പൈസയും ആ ചെയ്യുന്നതിന് ഗുണമില്ലാതെ പോകുന്നൊരു കാര്യമായിട്ടാണ് അത് വരിക. അപ്പോൾ ഇനി ഇതൊക്കെ കോറിലേറ്റ് ചെയ്ത് ചെയ്യണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, അത് തർക്കമില്ലാത്ത കാര്യമാണ്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13,000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.